വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിക്കുന്നത്. ബിൽ അവതരണം തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷം തടസ്സവാദവുമായി രംഗത്തെത്തി. എന്നാൽ ഭേദഗതിക്ക് സമയം നൽകിയിരുന്നു എന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. വോട്ട് ബാങ്കിനായി പ്രതിപക്ഷം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്ന് കിരൺ റിജിജു ആരോപിച്ചു. ഒരു മതസ്ഥാപനത്തിലും ഇടപെടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 1995 में व्यापक रूप से ये वक्फ एक बनी है, तो उस समय किसी ने नहीं कहा कि ये एक्ट अनकॉन्स्टिट्यूशनल है, किसी ने नहीं कहा उस समय ये अनलॉफुल है। आज जब हम उसी बिल को सुधार के ला रहे हैं तब आपको ये अनकॉन्स्टिट्यूशनल अनलॉफुल का ये शब्द इस्तेमाल करने का आपको ये नौबत कैसे आया, ये सोच क्यों आया? अगर आप सच्चे दिल से सोचते हैं और मन साफ होते हैं तो आप तर्क पे जाते हैं। इस संशोधन बिल में जो जो तर्क है आप उसमें बात कीजिए, आप उसको छोड़ के जो कोई लेना देना नहीं है बिल में उसका बात आप लेकर के लोगों को गुमराह करने का बरगलाने का काम जो किया है उसको मैं शुरू में साफ करना चाहता हूं. പുതിയ ഭേദഗതി കൊണ്ടുവരാൻ ജെപിസിക്ക് അധികാരമില്ലെന്നും ശുപാർശയ്ക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. Whether these so many provisions in the new drafted bill, extraneous provisions are also incorporated that will not come within the purview. That is why I am saying even this house do not have the right to make new provisions unless let me please, unless and until rule 81 is suspended. I do agree, sir, I do agree with you. The government has the power, the minister has the power, the minister has the power to move amendments, and also they can recommend, joint parliamentary committee can recommend, but they cannot come with new provisions as a newly drafted bill for which there is no right. Unless and until the house specifically directed to go into this, they have no right to make new provisions in the bill. It is beyond the powers of the joint parliamentary committee they have acted, for which I am seeking a ruling. കോൺഗ്രസ് കാലത്തെ പോലെയല്ല, എല്ലാം ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ എന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരിച്ചടിച്ചു. अगर कमेटी ने कोई बदलाव ही नहीं करने हैं तो ये कांग्रेस जैसी कमेटियां नहीं, हमारी लोकतांत्रिक कमेटी है मान्यवर, जो दिमाग चलाती है. कांग्रेस के जमाने में कमेटियां होती थी जो थप्पा लगाती थी. हमारी कमेटी चर्चा करती है, चर्चा के आधार पर विचार करती है और परिवर्तन करती है. अगर परिवर्तन को स्वीकार ही नहीं करना है तो कमेटी काहे को लिए है भाई? വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ബിൽ അവതരണം എങ്ങനെ പുരോഗമിക്കുന്നു? ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കിരൺ റിജിജു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എന്തുകൊണ്ട് ഈ ബില്ല് അവതരിപ്പിക്കുന്നു, എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ തെറ്റാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭേദഗതി ആദ്യമായിട്ടല്ല വഖഫ് നിയമത്തിൽ ഉണ്ടാവുന്നത്. നേരത്തെ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ചില ഭേദഗതികളാണ് ഇപ്പോൾ പുതിയ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള കാരണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും നിലയിൽ ഒരു മതവിഭാഗത്തെ അവരുടെ ആചാരങ്ങളിൽ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ, അവരുടെ മതസ്ഥാപനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ല നടക്കുന്നത്. അതിന് പകരം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ആ പരിഷ്കാരത്തിൻ്റെ ഗുണം ലഭിക്കും എന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ UPA കാലത്ത് ഉള്ള പോലുള്ള കമ്മിറ്റികളല്ല NDA കാലത്തുള്ളത്. വ്യക്തമായ ചർച്ച നടത്തിയാണ് JPCയിൽ നിന്ന് ഈ ബില്ല് ഇങ്ങോട്ടേക്ക് സഭയിലേക്ക് കൊണ്ടുവന്നത്. സഭയിലും ചർച്ച നടക്കും എന്ന് മന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മന്ത്രി ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്ത് നിന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്, പ്രതിഷേധമായി മുന്നോട്ട് വയ്ക്കുന്നത് അനൂപ്? പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. അതായത് നിങ്ങൾ ഉന്നയിക്കുന്ന പോയിന്റ് എന്താണ് അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസരം പ്രതിപക്ഷ അംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ആദ്യം ഈ ബില്ല് അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് ഒരു ക്രമപ്രശ്നം ഉന്നയിച്ച NK പ്രേമചന്ദ്രന് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. അത് നമ്മൾ ഇപ്പോൾ അല്പസമയം മുൻപ് കാണിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രതിപക്ഷത്ത് നിന്ന് ആളുകൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തെ എതിർത്തുകൊണ്ട്, പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഒപ്പം തന്നെ പ്രതിപക്ഷം മുസ്ലിം സമൂഹത്തെ ആകെ വോട്ട് ബാങ്കിന് വേണ്ടി ഇത്രയും കാലം വഞ്ചിക്കുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള പരാമർശമെല്ലാം മന്ത്രി നടത്തുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിഷേധിച്ചു. ആ സമയത്ത് സ്പീക്കർ, ഇത് ഇന്ത്യൻ പാർലമെന്റാണ്, അതിന്റെ അന്തസ്സ്
കാത്തു സൂക്ഷിക്കണം എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഒരു ഭാഗത്ത് പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങളും മറുഭാഗത്ത് ഈ ബിൽ അവതരണവുമായി മന്ത്രിയും തുടരുന്ന കാഴ്ചയാണ് ലോക്സഭയിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരിയാണോ? അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കം പ്രതിഷേധിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ ബില്ലാണെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നത്. പുതിയ നിയമത്തെ എതിർക്കാൻ എല്ലാ ജനാധിപത്യപരമായ രീതികളും അവലംബിക്കുമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്.